നമസ്കാരം. ഇന്നലെ ഞാൻ വളരെ വൈകാരികമായിട്ടൊരു വീഡിയോയ്ക്ക് ഒരുപാട് പേര് എന്നെ അധിക്ഷേപിക്കുന്നും ആക്ഷേപിക്കുന്നും സപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. സപ്പോർട്ട് ചെയ്യുന്നതോട് ഞാൻ നന്ദി അറിയിക്കുന്നു. കാരണം അവർക്കും അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതുകൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ ചിന്താഗതിയുമായിട്ട് ചേർന്ന് പോകുന്നതുകൊണ്ടായിരിക്കും അവർ ആ സപ്പോർട്ട് ചെയ്തത്. പക്ഷേ എനിക്ക് കാണാൻ സാധിച്ചത് ഇത്രയും നാൾ നമ്മൾ സ്വന്തം എന്ന് കരുതിയിരുന്നവർ പോലും നമ്മുടെ കമൻറ്റിനിടയിൽ വന്ന് മോശമായിട്ട് കമൻറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ എനിക്കത് വളരെയധികം ഭയങ്കരമായിട്ട് നമ്മൾ ഇത്രയും കാലം നമ്മളവരെ നമ്മുടെ സ്വന്തം പോലെ നമ്മുടെ കൈവെള്ളയിൽ കൊണ്ടു നടന്നിട്ട് അവരിങ്ങനെയാണല്ലോ നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ വളരെയധികം മാനസികമായ ബുദ്ധിമുട്ട് എനിക്കുണ്ടായി. ഇപ്പോൾ പറഞ്ഞു വരുന്നത് ഇന്നലത്തെ ഹർത്താലിനെ കുറിച്ച് തന്നെയാണ്. എനിക്കുണ്ടായ ആദ്യത്തെ അനുഭവമാണിത്. എനിക്ക് അതിനകത്ത് ഒരു സംശയമില്ല. കാരണം ഞാൻ 15 വർഷമായിട്ട് മല്ലപ്പള്ളി ടൗണിൽ കട നടത്തിയിരുന്നത് ഈ കൊറോണ സമയത്തും എനിക്ക് ആവശ്യത്തിന് ഞാൻ മല്ലപ്പള്ളിയിൽ പോയിട്ടുണ്ട്. ഹർത്താൽ സമയത്ത് ഞാൻ പുറത്തിറങ്ങണമെങ്കിൽ പുറത്തിറങ്ങേണ്ട ഇറങ്ങിയിട്ടുള്ള ആളുമാണ്. പക്ഷേ എനിക്ക് ഇങ്ങനൊരു അനുഭവം എൻ്റെ ജീവിതത്തിലായി. കാരണം വലിയ വലിയ വണ്ടികളും കാറുകളും ഒക്കെ തടഞ്ഞു നിർത്തി എന്താ കാര്യം ചോദിച്ച് പറഞ്ഞു വിടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ സ്കൂട്ടറുകാരെ ഇതുവരെ ആരും ശ്രദ്ധിക്കുന്ന പോലും ഞാൻ കണ്ടിട്ടില്ല. വളരെ അപൂർവമായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അപ്പോൾ ഓരോരുത്തരും അവിടെ നടന്നു ഇവിടെ നടന്നു നോക്കെ. പക്ഷേ എന്നെ വിഷമിപ്പിച്ച അതൊന്നുമല്ല. എന്നോട് ഒരു മര്യാദയും ഇല്ലാത്ത രീതിയിലാണ് അവർ സംസാരിച്ച് തുടങ്ങിയത്. അത് ഞാൻ എൻ്റെ മര്യാദ കൊണ്ട് ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തില്ല. ഇനി ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടാലേ ഈ പറഞ്ഞ പോലെ കലി കയറി എൻ്റെ ഫോണോ വല്ലതും എടുത്ത് നിലത്തടിച്ചെങ്കിൽ ഈ പറഞ്ഞ പോലെ എൻ്റെ വണ്ടിയുടെ കാറ്റടിച്ച് വിടുമെന്നൊക്കെ പറഞ്ഞ് ആക്രോശിച്ചവർ ഫോൺ എടുത്ത് നിലത്തടിച്ചാൽ പോയത് എനിക്കേ ഉള്ളൂ. അവരെ ഒന്നും എനിക്ക് തിരിച്ച് മേടിച്ച് തരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ ഇനി അതിൻ്റെ പുറകെ ഞാൻ കേസ് നടന്ന് എനിക്ക് കിട്ടിയാൽ തന്നെ എത്ര കാലം പിടിക്കും. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. പക്ഷേ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞ എന്താണെന്ന് വീഡിയോ എടുത്തിട്ടുള്ളവരുണ്ട്. ആ വീഡിയോ പുറത്ത് വിട്ടാൽ അവിടെ എന്താണ് സംഭവിച്ചത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഞാൻ കാണിച്ച ചങ്കൂറ്റ യുവന്മാർക്കുണ്ടെങ്കിൽ അവരാ വീഡിയോ പുറത്ത് വിടട്ടെ. ഞാൻ ആകെപ്പാടെ 4-5 വാക്കുകളെ അവിടെ സംസാരിച്ചുള്ളൂ. ചേട്ടാ, എന്നെ തടഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് നീതി കിട്ടുമോ? മുമ്പോട്ട് പോകാൻ നിങ്ങളുടെ അനുവാദം മതി, എനിക്ക് എൻ്റെ വീട്ടിൽ പോകാൻ നിങ്ങളുടെ അനുവാദം വേണ്ടല്ലോ എന്നും ഞാൻ ചോദിച്ചു. അതേപോലെ തന്നെ എന്നെ പറഞ്ഞു വിട്ട ഉടനെ ഇങ്ങനെ ഓരോരുത്തരും ഒരുമാതിരി കളിയാക്കുന്ന രീതിയിൽ നീ ഓരോരുത്തരും ഇതുപോലെ അടിയന്തരമാണെന്ന് പറഞ്ഞ് പോയാൽ മതിയല്ലോ എന്ന് പറഞ്ഞ് എനിക്ക് വേണം മിണ്ടാതെ പോകാൻ പറ്റും. പക്ഷേ എൻ്റെ സ്വഭാവത്തിന് ഞാനങ്ങനെ മിണ്ടാതെ പോകുന്ന ആളല്ല. കാരണം ഇങ്ങോട്ട് എന്നാണെന്ന് ചോദിച്ചാൽ അങ്ങോട്ട് എന്താണെന്ന് ചോദിക്കുന്ന ആൾ തന്നെയാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ചേട്ടനെങ്കിൽ എൻ്റെ കൂടെ വാ, സംശയം തീർത്തിട്ട് വന്നാൽ മതി എന്ന് തന്നെ ഞാൻ ചോദിച്ചത്. അപ്പത്തേക്ക് കയറി അങ്ങ് 10 മിനിറ്റ് നീ മാറി എന്ന് അത് ധാർഷ്ട്യം. അതൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. അവരെന്താണ് പറഞ്ഞതെന്നും ഒക്കെ കൃത്യമായിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട്. സത്യത്തിൽ എനിക്കും കൊണ്ട് കേസ് കൊടുക്കാം. എന്നെ ജാതീയമായി അധിക്ഷേപിച്ചു. കൃത്യമായിട്ട് അവരെന്നെ ജാതീയമായിട്ട് അധിക്ഷേപിച്ചു. അതായത് നിനക്കൊന്നും ഇതൊന്നും വരില്ല എന്ന് നിനക്കൊക്കെ ബോധമുണ്ട്, അതുകൊണ്ടാണ് നീ ഇങ്ങനെ കാണിക്കുന്നതെന്ന്. അത് എന്നെ ജാതീയമായിട്ട് അധിക്ഷേപിച്ചതാണെന്ന് എനിക്കത് ജാതീയമായിട്ട് തന്നെയാണ് കൊണ്ടത് എന്ന് ഞാൻ പറഞ്ഞാലോ, എന്ന് പറഞ്ഞ് ഞാൻ കേസ് കൊടുത്താൽ ഇവർക്കെതിരെ ഞാൻ കേസ് കൊടുത്തു എന്നിരിക്കട്ടെ. അപ്പോൾ അതും ജാതീയമായ അധിക്ഷേപമല്ലേ? ഇന്ന് വരെ എൻ്റെ ഇത്രയും പ്രായത്തിനിടയിൽ ഇന്ന് വരെ എൻ്റെ മുമ്പിൽ പഠിക്കാൻ വന്നിരിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിൻ്റെ മുമ്പിലോ എൻ്റെ അടുത്ത് തയ്ക്കാനോ സാധനം മേടിക്കാനോ വന്നിരിക്കുന്ന ഒരു മനുഷ്യരോടും ഞാൻ അവരുടെ ജാതി ഏതാണെന്നോ അവരേത് തരക്കാരാണെന്നോ നോക്കിയല്ല ഞാൻ അവരോട് പെരുമാറിയിട്ടുള്ളത്. എൻ്റെ അച്ഛനും അമ്മയും എന്നെ എത്ര മാന്യമായിട്ടാണോ സംസാരിക്കാനും അവർ ഇടപെടാനും ഞാൻ കണ്ടുപഠിച്ചത്. അതായത് എൻ്റെ വീട് നിങ്ങൾ നോക്കിയാൽ അറിയാം, കുളത്തുമ്പുഴ ടൗണിന് നടുക്കുള്ള വീടാണ് എൻ്റേത്. പണ്ട് തൊട്ടേ അവിടെ തന്നെയാണ് വീട്. അന്നൊന്നും ഈ പറഞ്ഞ പോലെ വെയിറ്റിംഗ് ഷെഡുകളോ ഒന്നുമില്ല. ആൾക്കാരൊക്കെ അവിടെ വന്ന് വെയിലത്ത് നിൽക്കുന്നത്. അവരൊക്കെ ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്നാണ് വിശ്രമിച്ചിരുന്നതും വെള്ളം കുടിച്ചിരുന്നതും ചിലർ ആഹാരം പോലും കഴിച്ചിട്ട് പോയിരുന്നത്. അത് കണ്ടാണ് ഞാൻ വളർന്നത്. അവിടെ ഒരാളോട് പോലും എൻ്റെ അമ്മയോ അച്ഛനോ നിൻ്റെ ജാതി ഏതാണെന്നോ എന്ന് ചോദിച്ചിട്ടല്ല അകത്തോട്ട് കയറ്റിയതോ വെള്ളം കൊടുത്തതോ ആഹാരം കൊടുത്തതോ. അത് കണ്ടു വളർന്നതുകൊണ്ട് എനിക്കതറിയില്ല. കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു എനിക്കതറിയില്ല. പക്ഷേ എനിക്ക് എൻ്റെ ഉള്ളിലുണ്ടായ ചില സംശയങ്ങൾ, അതാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. ആദ്യമായിട്ടും കൊലപാതകമല്ല, ഇത് ആത്മഹത്യയാണ്. അത് വൃത്തിയാൻ പറയണം. എല്ലാവരും കൊലപാതകം അത് ആത്മഹത്യയാണ്. അത് ആത്മഹത്യ അല്ലാന്ന് ഇതുവരെ തെളിഞ്ഞിട്ടില്ല. കൊലപാതകമാണെന്നും തെളിഞ്ഞിട്ടില്ല. അതുവരെ ഇത് ആത്മഹത്യ തന്നെയാണ്. നേരത്തെ മരിച്ചിരുന്ന മധു, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും മധുവിനെ കുറിച്ച്. ആ പൊന്തമ്പുഴ ഞങ്ങൾ ഈ പാടിമണ്ണ് ചുങ്കപ്പാറ കയറി ചെല്ലുമ്പോൾ നേരെ ഒരു മധുവിൻ്റെ പടം അത് കാണാതിരിക്കാൻ ഞാൻ അവിടെ കണ്ണടച്ച് ഞാൻ വണ്ടി ഓടിച്ചു പോകും. കാരണം അത്രയ്ക്ക് എനിക്ക് വിഷമമായിരുന്നു ചെറുക്കൻ്റെ മുഖം കാണുമ്പോൾ, സിദ്ധാർത്ഥിൻ്റെ മുഖം കാണുമ്പം, വിഷ്ണു പ്രണോയ്, അഭിമന്യു, ഇങ്ങനെ എത്രയോ കുട്ടികൾ അന്നൊന്നും കാണിക്കാത്ത ഒരു ആവേശവും ഒരു ഇതും എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ എൻ്റെ സംശയമാണിത്. ഈ കോളേജിൽ ഇന്നേ വരെ പഠിച്ചിട്ടുള്ള ഒരേ ഒരു ദളിതനാണോ ഈ നിതിൻ രാജ്? എൻ്റെ ഒരു സംശയമാണത്. അതായത് ഈ സാർ ആദ്യമായിട്ടാണോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു കുട്ടിയെ ഇങ്ങനെ പഠിപ്പിക്കുന്നത്? എത്രയോ കുട്ടികൾ അവിടുന്ന് പഠിച്ചിട്ട് പോയിട്ടുണ്ടാവും. ഇപ്പോൾ എത്രയോ കുട്ടികൾ ഇതേ കാസ്റ്റിലുള്ളവർ പഠിക്കുന്നുണ്ടാവും. അവർക്കൊക്കെ ഇതേ അനുഭവമാണെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ അവരുടെയും കൂടെ സപ്പോർട്ട് മേടിച്ച് ഇവർക്കെതിരെ കേസ് കൊടുക്കാത്തത്? എന്തുകൊണ്ടാണ് ആ കുട്ടികളൊന്നും പോയി ഈ അനുഭവം ഞങ്ങൾക്കുമുണ്ട് ഇവർക്കെതിരെ കേസ് കൊടുക്കാത്തത്? എത്ര കേസ് അല്ലെങ്കിൽ ഫയൽ ചെയ്തിട്ടുണ്ട് ഈ സാറിനെതിരെയോ അല്ലെങ്കിൽ ടീച്ചറിനെതിരെയോ? എൻ്റെ ചോദ്യം അതാണ്. അപ്പോൾ
നമ്മൾ വിചാരിക്കും നമ്മുടെ മക്കൾ ഏറ്റവും പെർഫെക്റ്റ് ആണെന്നൊക്കെയാണ് നമ്മൾ. പക്ഷേ കോളേജിൽ പോയി കഴിയുമ്പോൾ പിള്ളേരുടെ ഒന്നും സ്വഭാവം നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും ആവില്ല. അതായത് കഴിഞ്ഞ ദിവസം നമ്മളൊരു വാഴ എന്ന് പറയുന്ന സിനിമ കണ്ടാൽ കൃത്യമായിട്ടത് മനസ്സിലാകും. ഒരേ ഒരു ലോണേ എടുത്തിട്ടുള്ളൂ. ആ കുട്ടിയുടെ പിന്നെ ഫോൺ പരിശോധിച്ചാലേ അറിയുള്ളൂ അവൻ എത്ര ലോൺ എടുത്തിട്ടുണ്ടല്ലേ, എന്തിനാണ് ഇത് ഈ പറഞ്ഞ പോലെ ഇത്ര മാനസിക ബുദ്ധിമുട്ടായി അനുഭവിച്ചത്. ശരിയായിരിക്കും, ടീച്ചറിൻ്റെ പേരെഴുതി വെച്ചപ്പോൾ ടീച്ചറിൻ്റെ കോൾ വന്നു കഴിയുമ്പോൾ അവരും വ്യക്തമായിട്ട് പ്രതികരിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഞാനാണെങ്കിലും അത് തന്നെ ചെയ്യത്തുള്ളൂ. ഒരാവശ്യമില്ലാത്ത എന്നെ എന്തെങ്കിലും കേസിൽ വലിച്ചടിച്ചാലേ ഞാൻ വെറുതെ ഇരിക്കുമോ? അല്ല, നിങ്ങൾ ആരെങ്കിലും വെറുതെ ഇരിക്കുമോ? ഇതൊന്നും ജാതീയത പേടിയിലല്ല, കൃത്യമായിട്ട് അത് എന്തുകൊണ്ടാണ് അവർ ആത്മഹത്യ ചെയ്തതെന്നും അതൊക്കെ കൃത്യമായ അന്വേഷണം നടക്കുന്നുണ്ട്. അതിലൊന്നും കുടുംബക്കാർക്ക് ആർക്കും ഒരു പ്രശ്നവുമില്ല. കുടുംബത്തിലെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഈ പറഞ്ഞ പോലെ ഹർത്താൽ നടത്തണമെന്നാണ് ഈ നിതിൻ രാജിൻ്റെ അച്ഛനും പറഞ്ഞത്. അയാളുടെ ആ അച്ഛൻ്റെ കരച്ചിൽ കാണുമ്പോൾ ആർക്കും സഹിക്കാൻ പറ്റുന്നില്ല. ഇതുപോലെ തന്നെയുള്ള കരച്ചിലുകൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. എന്നിട്ട് ചിലരൊക്കെ വന്ന് പറയുന്നുണ്ട്, വന്ന് പറയുന്നത് ഇങ്ങനെ തന്നെയാണ്, ഒരു ഹർത്താലിനും നീതി കിട്ടിയിട്ടില്ല, അപ്പോൾ ഇതും അങ്ങനെ കരുതിയാൽ മതിയെന്ന്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഇത്രയും കാലത്തിനിടയ്ക്ക് ഇതുപോലെ അതായത് ആളും തരവും കൊണ്ടുള്ള അധിക്ഷേപമാണ് എനിക്കുണ്ടായത്. പക്ഷെ ഞാൻ ഇന്നേ വരെ എൻ്റെ അനുഭവത്തിലോ ഞാൻ ഒരാളോടും ആ രീതിയിൽ ഇന്നേ വരെ പെരുമാറിയിട്ടില്ല. ഇന്നേ വരെ എൻ്റെ ഫേസ്ബുക്കിലെ എല്ലാ ജാതി മതത്തിലുള്ള ആൾക്കാരുണ്ട്. പിന്നെ ചിലർ വന്ന് പാർട്ടി, എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളെല്ലാം ചപ്പിയിട്ട് എൻ്റെ പാർട്ടി പറഞ്ഞിട്ട് ഞാൻ ഇന്ന് വരെ എൻ്റെ പാർട്ടി ഏതാണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ പാർട്ടിക്കാരുടെ രീതിയിൽ വന്ന് പറയുന്നുണ്ട്. BJP-ക്കാർ അല്ലെങ്കിൽ LDF-ൻ്റെ അല്ലെ UDF-ൻ്റെ ആണെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. ഏതു പാർട്ടിക്കാരാണെങ്കിലും അതിനകത്ത് എല്ലാത്തരം ആൾക്കാരും ഉണ്ട്. അല്ലാതെ BJP-യിൽ ഹിന്ദുക്കൾ മാത്രം, അതിൽ മുന്തിയ ഇനം മാത്രം, കമ്മ്യൂണിസ്റ്റിൽ ഈ പറഞ്ഞ പോലെ ക്രിസ്ത്യാനികളും അല്ലെ ഹിന്ദുക്കളും അല്ലെങ്കിൽ താഴ്ന്നവരും അങ്ങനെയൊന്നുമല്ല, കോൺഗ്രസിൽ അങ്ങനെയൊന്നുമല്ല. എല്ലാ മതത്തിലും എല്ലാ പാർട്ടിയിലും എല്ലാ ജാതി മതത്തിൽപ്പെട്ട ആൾക്കാരുമുണ്ട്. BJP-യിൽ മുസ്ലിംസ് ഇല്ലേ, ക്രിസ്ത്യൻസ് ഇല്ലേ, ഹിന്ദുക്കളില്ലേ, താന്നവരോ നിങ്ങൾ ഈ പറയുന്ന പോലെ താന്നവരോ മുതിർന്നവരോ ഒക്കെ ഇല്ലേ? അപ്പം അതൊന്നുമല്ല ഇവിടെ പ്രശ്നം. അപ്പം എൻ്റെ അത്യാവശ്യം എനിക്ക് മല്ലപ്പള്ളിയിൽ പോകേണ്ട പല ആവശ്യങ്ങൾ കിടക്കുന്നു. ഈ വെയിലും ഈ ചൂടും സഹിച്ച് പോകാൻ പാടില്ലാത്തതുകൊണ്ട് ഓരോ ദിവസവും ഞാൻ തള്ളി നീക്കിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇന്നലെ പേരമ്മയുടെ ഈ ചടങ്ങിന് എൻ്റെ ഭർത്താവ് വരേണ്ടതായിരുന്നു, എൻ്റെ ആങ്ങള വരേണ്ടതായിരുന്നു, അവൻ്റെ ഭാര്യ വരേണ്ടതായിരുന്നു, കൊച്ചു വരേണ്ടതായിരുന്നു. ഇവരാരും വരാഞ്ഞത് കാർ എടുക്കേണ്ടി വരും. ഞങ്ങൾ ഒരുമിച്ച് പോകുമ്പോൾ കാർ എടുക്കേണ്ടി വരും. അപ്പം വഴിയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ച് മാത്രമാണ്, വേണ്ട ഞാൻ മാത്രം പോയിട്ട് വരാം, സ്കൂട്ടറിലാകുമ്പോൾ ഞാൻ മാത്രം ആരും പോകാതിരിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ സ്കൂട്ടറിൽ ഈ സാഹചര്യത്തിൽ നിന്ന് ഇറങ്ങിയത്. മനസ്സിലായോ? അല്ലാതെ പോകണമെങ്കിൽ അപ്പോൾ ചിലർ പറയുന്നത് ഈ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിയാണെങ്കിൽ ഞങ്ങൾക്ക് കാറിന് ലാവിഷായിട്ട് പോരാ. എൻ്റെ കൂടെ 5-6 പേരും കണ്ടേനെ ഇപ്പോൾ ഇതുപോലെ തർക്കിക്കാൻ. ഇത് ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. 10-25 പേര് എൻ്റെ മുമ്പിൽ ഇരുന്ന് ആക്രോശിക്കുകയായിരുന്നു. ഞാൻ കാണിച്ച ചങ്കൂറ്റം അവർക്കുണ്ടെങ്കിൽ അവർ ആ വീഡിയോ പുറത്തു വിടട്ടെ. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് കൃത്യമായിട്ട് മനസ്സിലാകും. എൻ്റെ മര്യാദയ്ക്ക് ഞാനിത് എടുത്തില്ല. ആ ചേച്ചിമാരുടെയൊക്കെ വീഡിയോ എടുക്കേണ്ടത് തന്നെയായിരുന്നു. അതുപോലത്തെ ആക്രോശമാണ് എന്നോട് ആക്രോശിച്ചത്. അതുപോലെ നീ 4 മണി വരെ പോകാൻ എന്നൊക്കെ പറഞ്ഞത് കൃത്യമായിട്ട് അതിനകത്ത് കിട്ടിയിട്ടുണ്ട്. അവർക്ക് ഉണ്ടെങ്കിൽ അത് പുറത്തു വിടുകയാണെങ്കിൽ എനിക്കുണ്ട് കേസും കൊടുക്കാമല്ലോ, എന്നെ ജാതിയുമായിട്ട് എന്നെ അധിക്ഷേപിച്ചു എന്നും പറഞ്ഞ്. ഒരു ജാതിയെ മോശമായിട്ട് കാണുന്ന ആളല്ല ഞാൻ. അത് എന്നെ കൃത്യമായിട്ട് അറിയാവുന്നവർക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷേ എന്നിട്ടും ചിലർ അത് അറിഞ്ഞുകൊണ്ടോ അറിയാതെ പറയുന്നത് എന്നെ വളരെയധികം വിഷമിപ്പിച്ചു എന്നുള്ളതാണ്. കാരണം ഒരു ബിസിനസ്സുമായിട്ടിരിക്കുന്നവർക്ക് ഒരു ജാതിയുടെ പേരിൽ ഒന്നും ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനമല്ല ഈ ബിസിനസ് എന്നൊന്നും പറയുന്നത്. അല്ലെങ്കിൽ തന്നെ എൻ്റെ അച്ഛനും അമ്മയും അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. ഞാൻ എല്ലാവരും ഒരുപോലെ കാണാൻ തന്നെ പഠിച്ച ആളുമാണ്. നിങ്ങൾ അല്ലെങ്കിൽ കൊളത്തുമുള്ള ചെന്ന് ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചാൽ മനസ്സിലാവും ഞങ്ങളുടെ വീട്ടിൻ്റെ ഞങ്ങൾ ഏത് രീതിയിലാണ് അവിടെ ജീവിച്ചതെന്ന്. അപ്പോൾ ഇതൊക്കെ ഒരു സാഹചര്യം വരുമ്പോൾ ഇതെല്ലാം തിരിഞ്ഞു കുത്തുക എന്ന് പറയുന്നത് വളരെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അത് എത്രമാത്രം വിഷമിപ്പിച്ചു എന്ന് ഇന്നലത്തെ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ മനസ്സിലാകും. പക്ഷേ എൻ്റെ ജീവിതത്തിൽ പറയുമ്പം ശരി, അവർ ഓരോരുത്തർ വീഡിയോ അയച്ചു തരുന്നു. പക്ഷേ ഞങ്ങളുടെ ഈ നാട്ടിലൊന്നും ഇങ്ങനെ ഞാൻ പോയിട്ടുള്ളിടത്തൊന്നും എനിക്ക് ഇതുപോലൊരു മോശമായ അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. നിതിൻ രാജിനും നല്ല ഈ മരിച്ച കുട്ടികൾക്കൊക്കെ തന്നെ, കാരണം എനിക്കും ഉണ്ട് 2 ആൺപിള്ളേർ. ഇവർക്കൊന്നും ഇതൊന്നും ഉണ്ടാവരുത്, ഒരു അമ്മയുടെയും കണ്ണീര് വീഴരുത് എന്ന് തന്നെയാണ് എല്ലാ അമ്മമാരും ആശിക്കുന്നത്. അവരെല്ലാം വളരെ സ്വപ്നങ്ങളോടുകൂടിയാണ് അവരെയൊക്കെ വളർത്തുന്നത്. ആ വേദന മനസ്സിലാവാത്ത ആളൊന്നും അല്ല ഞാൻ. അതറിയാഞ്ഞിട്ട് ഞാൻ ഇറങ്ങി പുറപ്പെട്ടതുമല്ല. ആരെങ്കിലും ഒരാളെങ്കിലും ആ ചടങ്ങിൽ പങ്കെടുക്കണം. കാരണം പെങ്ങളുടെ സ്ഥാനത്ത് നിന്ന് 1-2 പേര് അവിടെ വേണം, വിളക്കെടുക്കാനോ അതിനുമൊക്കെ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ പോയത്. അല്ലാതെ നിങ്ങളെ ഹർത്താൽ പൊളിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്താണ് നമ്മൾ അതിനെ ഒരു ഇതാക്കിയിട്ടൊന്നും അല്ല പോയത്. അതൊന്നും മനസ്സിലാക്കാതെ റോഡിലിറങ്ങുന്ന എല്ലാവരും, അതായത് അവരുടെ കൂട്ടത്തിൽപ്പെട്ടതല്ലാതെ ആരിറങ്ങിയാലും അവരെല്ലാം ഇത് പൊളിക്കാൻ വേണ്ടി ഇറങ്ങിക്കുന്ന രീതിയിലുള്ള ഒരു ബിഹേവിയറാണ് അവരെന്നോട് കാണിച്ചത്.
അവിടെയാണ് എനിക്ക് വിഷമം ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് വന്ന ആ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് വന്ന കമൻറ്റുകൾ, അതൊക്കെയാണ് എന്നെ ഏറെ വിഷമിപ്പിച്ചത്. എന്തോ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്, എന്നെ എന്തോ ചെയ്തു കളയും, നാളെ നായന്മാർ ഈ പറഞ്ഞ പോലെ സ്വത്ത് ഭൂവകൾ മുഴുവൻ എടുത്തു വെച്ചേക്കുവാണ്, അതിൻ്റെ പേടിയാണെന്നൊക്കെ. നിങ്ങൾ എന്തോ ചെയ്യാനാ എന്നെ കൊല്ലും എന്ന് നിങ്ങൾക്ക് വേണേൽ എന്നെ ഭീഷണിപ്പെടുത്താം, നിന്നെ ചുട്ടുകളയും എന്നൊക്കെ വേണേൽ നിങ്ങളെ അന്നേരം ഞാനൊന്ന് ആലോചിക്കും, ഇനിയിപ്പോൾ ഞാൻ ചത്താ കുഴപ്പമുണ്ടോ, ഇത്രയും വയസ്സായി, എന്തൊക്കെ ഇനിയിപ്പോൾ ചത്താലും വലിയ തരക്കേടുണ്ടോ, ഇല്ല, അല്ല ഇനി ചത്താൽ ഞാൻ വല്ല പ്രശ്നമുണ്ടോ എന്ന് ഞാൻ വേണമെങ്കിൽ ഒന്ന് ആലോചിക്കാം. അല്ലാതെ എന്നെ ഇനി പേടിപ്പിക്കാനൊന്നും നോക്കണ്ട, അങ്ങനെയൊന്നും പേടിക്കുന്ന ആളുമല്ല ഞാൻ, മനസ്സിലായോ? അപ്പോൾ അതിനൊന്നും ഇങ്ങോട്ട് വേണ്ട. പക്ഷേ എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ പങ്കുവെച്ചു. അത് പലർക്കും ഉണ്ടായിട്ടുണ്ടെന്ന് ഇന്നലത്തെ ആ വീഡിയോയ്ക്കകത്തും അല്ലെങ്കിൽ ഈ പറഞ്ഞ ന്യൂസ് ചാനലുകളൊന്നും നോക്കിയാൽ മനസ്സിലാവും. കാരണം ഇതുപോലൊരു ന്യൂസ് ചാനലുകൾ ഇത്രയും കവർ ചെയ്തതും സത്യത്തിൽ ആദ്യമായിട്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത്രയും കൂടെ പറയണമെന്ന് എനിക്ക് തോന്നി. ഇനിയിപ്പോൾ ഞാൻ ആർക്കും ഈ പറഞ്ഞ എൻ്റെ സമയം വെറുതെ ഇന്ന് മറുപടി കൊടുത്ത് കളയാനും ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിങ്ങൾ പോസ്റ്റ് ചെയ്തു. പക്ഷേ എൻ്റെ ഒരു കമൻറ്റ് പോലും നിങ്ങൾക്ക് ഇതിനകത്ത് എനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം ഞാനിത് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ട് മാത്രമല്ല, അങ്ങനെ അതുപോലെ പഠിക്കുന്ന അതേ കാസ്റ്റിലുള്ള മറ്റു കുട്ടികൾക്ക് അവിടെ പ്രൊട്ടക്ഷൻ കിട്ടണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? ഇന്നലെ 250 പിള്ളേർക്ക് പോലും VITയുടെ എക്സാം എഴുതാൻ കഴിഞ്ഞിട്ടില്ല. അതിനകത്തും കാണും ദളിതരെ. അവർക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു? ആ എക്സാം എഴുതാത്ത കുട്ടികൾക്ക് ഇനി എക്സാം എഴുതാൻ ഒരവസരമില്ല. അവരെ നിങ്ങൾ എന്താണ് ഇനി ചെയ്യാൻ പോകുന്നത് എന്നുള്ള കുറേ പ്രശ്നങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. അതിനൊക്കെ കൂടെ നിങ്ങൾ ഉത്തരം പറഞ്ഞു. ഞാനിനി എന്തായാലും റിപ്ലൈ തന്ന് എൻ്റെ സമയം കളയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എൻ്റെ സമയം കുറേ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരാളെ ഒരു ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യൻ അങ്ങനെ ആരും ഒരാൾക്ക് മാത്രം ക്വസ്റ്റ്യൻ പോലല്ലോ. അപ്പോൾ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, എനിക്ക് വിഷയമില്ല. പക്ഷേ പേടിപ്പിക്കാനൊന്നും വരണ്ട, അതൊന്നും നടക്കുന്ന കാര്യമല്ല. അത്രേ എനിക്ക് പറയാനുള്ളൂ.